ഇനി നേരെ തൃത്താലയിലേക്കാണ്. അവിടെ തീ പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ യുദ്ധവും ശക്തമായി തന്നെ തുടരുകയാണ്. വികസന കാര്യങ്ങളെ ചൊല്ലി MP രാജേഷും VT ബൽറാമും ഫേസ്ബുക്ക് സംവാദവും തുടരുകയാണ്. VT ബൽറാം 10 വർഷം നടപ്പിലാക്കിയ വികസനവും 5 വർഷം താൻ നടപ്പിലാക്കിയ വികസനവും തമ്മിൽ ചർച്ച ചെയ്യാൻ സംവാദത്തിനുണ്ടോ എന്നാണ് LDF സ്ഥാനാർത്ഥി MP രാജേഷ് ആദ്യം ചോദിച്ചത്. ആദ്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംവാദം നടക്കട്ടെ, എന്നിട്ടാകാം മറ്റു സംവാദങ്ങളെന്നാണ് VT ബൽറാമിന്റെ മറുപടി. സംവാദത്തിലേർപ്പെട്ടാൽ സത്യം പുറത്തുവരും എന്നുള്ളത് കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി സംവാദത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് MP രാജേഷ് പറയുന്നത്. സംവാദത്തിനുള്ള ക്ഷണം ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥി നിരസിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം സംവാദത്തിന് തയ്യാറാവാത്തത്, അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. സംവാദത്തിലേർപ്പെട്ടാൽ സത്യം പുറത്തുവരും. അസത്യം പ്രചരിപ്പിക്കാൻ നല്ലത് ഫേസ്ബുക്കിൽ ഒറ്റയ്ക്കിരുന്ന് പറയുന്നതാണ്. പരിവാരങ്ങളുമായി നടന്നിരുന്ന മന്ത്രി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും നാടിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും PR വർക്കിന് താൻ നിന്നുകൊടുക്കില്ലെന്നും VT ബൽറാം പറയുന്നു. തൃത്താലയിലെ LDFന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷവും സ്പീക്കറും മന്ത്രിയൊക്കെ ആയിട്ട് കാറും പരിവാരവും ആളും സന്നാഹവും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന ആള് അവസാനത്തെ 1-2 മാസമായിട്ടെങ്കിലും നാടിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും സംവദിക്കാനും ഒക്കെ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെ ഒരു നല്ല മാറ്റമായിട്ട് ഞാൻ കാണുകയാണ്. ഏതായാലും ഇലക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം PR പ്രഹസനങ്ങൾക്ക് നിന്ന് കൊടുക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ആരുടെ ഉത്തരവാദിത്വം. ഇരു നേതാക്കളും നേരത്തെ നടത്തിയ പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ കിഫ്ബി പ്രഖ്യാപിച്ചിട്ടുണ്ട് 7.5 കോടിയുടെ കെട്ടിടം 2017 പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഫോട്ടോ എന്നെടുത്ത് ഇടാൻ നിങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. തൃത്താലയിൽ LDF ജയിച്ചാൽ ഉറപ്പാണ് കരിയെന്ന്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് തങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി പറയുന്നതെന്നും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്നും തെളിയിക്കുകയാണ് വീഡിയോകളുടെ ലക്ഷ്യം. MP രാജേഷ് എന്ന് VT ബൽറാമോ VT ബൽറാം എന്ന് MP രാജേഷോ പറയാറില്ല. LDF സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മുൻ MLA, മന്ത്രി തുടങ്ങിയവയാണ് വിശേഷണങ്ങൾ. ഇരുപക്ഷത്തുമുള്ള തീപ്പൊരി നേതാക്കൾ സാമൂഹ്യ മാധ്യമ യുദ്ധം തുടങ്ങിയതോടുകൂടി അണികളും അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.